മോളിവുഡ് സിനിമയ്ക്കുള്ളിലെ സിനിമ, ഇതാണ് ഇതിൻ്റെ പ്രമേയം. ഇതിൻ്റെ പ്രമേയം വെച്ച് ഒരുപാട് കൂതറകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും നല്ല പടം പുതിനാണ് താരം മാത്രം. അതിനെ കവർ ചെയ്യാനായിട്ട് വേറെ ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കഥാപാത്രം നസ്രീൻ ശരിക്ക് പറഞ്ഞ ഒരു ഡയറക്ടറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനോജ് ശ്യാമളൻ്റെ പോലെ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഡയറക്ടർ. എന്നിട്ട് ആ ഡയറക്ടർ എന്താ ചെയ്യുന്നത്? അവസാനം വന്നപ്പോൾ ഒരു കോപ്പിയടിയാണ് നടത്തുന്നത്. ഏതോ ഒരു നോവല്, ഒരു ഭീകര നോവല് സിനിമയാക്കുന്നു. ആ സിനിമ കാണാൻ ആളില്ല, ആ സിനിമ വേണ്ട വിധം പബ്ലിസിറ്റി ചെയ്തില്ല. ആ സിനിമയുടെ പ്രൊഡ്യൂസർ വിനീത് ശ്രീനിവാസനാണ്. അങ്ങനെ പടത്തെ റിലീസ് ചെയ്ത ദിവസം യുദ്ധം എന്ന് പറഞ്ഞൊരു വേറെ പടം റിലീസുണ്ടായിരുന്നു. എല്ലാവരും അതിനാണ് കയറിയത്. ഇതിനാകെ 10 ആളാണ് നടന്നുള്ളൂ. അതിൽ 5 ആളും ഇവൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ വിനീതും പ്രൊഡ്യൂസറും. അങ്ങനെ പടം കഴിഞ്ഞു. പടം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? പടം കണ്ട് പേടിച്ച്, ഭീകരത കണ്ട് പേടിച്ച് വിനീത് ശ്രീനിവാസൻ പ്രൊഡ്യൂസർ മരിച്ചു. അറ്റാക്ക് വന്ന് മരിച്ചു. നമ്മൾ അമേരിക്കയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഒറ്റയ്ക്ക് ഒരു തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടാൽ ആ സിനിമ കണ്ട് പുറത്തിറങ്ങി വരുന്ന ആൾക്ക് ഭയങ്കര സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു പടം കണ്ടിട്ട് പല ആൾക്കാർ അറ്റാക്കായിട്ട് മരിച്ചിട്ടുണ്ട്. ധൈര്യമുള്ളവർ പിന്നെ ആ സിനിമ കാണാൻ പോകാൻ പാടില്ല. അങ്ങനെ ആ ഗവൺമെൻറ് ആ പടം നിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ നസ്രീൻ എന്ന് പറഞ്ഞ ഡയറക്ടർ. ഒരു കണ്ണാട വെച്ച ഡയറക്ടർ ആവില്ല, ഒരു കണ്ണട വെച്ച അഭിനയമാവില്ല, ഒരു കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഇവൻ ജീനിയസ് ആവില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അങ്ങനെയുള്ള ആളാണ് ഈ പടം. ഇവൻ്റെ പടം കണ്ടിട്ട് വിനീത് ശ്രീനിവാസൻ അറ്റാക്ക് വന്ന് മരിച്ചു. ഇതിനു മുമ്പ് ഇവൻ്റെ ഷോർട്ട് ഫിലിം രാക്ഷസൻ കണ്ടിട്ട് ഇവൻ്റെ മുത്തച്ഛൻ വടിയായിട്ട് അട്ട നോക്കി കിടക്കുന്നുണ്ട്. അവസാനം അതും വടിയായി പോവും. അത് ഇവൻ്റെ സിനിമ കണ്ടിട്ടല്ല, രാക്ഷസൻ കണ്ടിട്ടല്ല, ഇവൻ സിനിമയാക്കിയ നോവൽ വായിച്ചിട്ടുണ്ട് അദ്ദേഹം വടിയായത്. അപ്പോൾ ഒരാൾ മരിച്ച്, പ്രൊഡ്യൂസർ മരിച്ച്. ഇതിനു മുമ്പ് അവനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു. ആ ഡയറക്റ്റ് ചെയ്തപ്പോൾ അതിൽ അഭിനയിച്ചത് ഒരു സൂപ്പർ സ്റ്റാറായിരുന്നു. ആ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആ സൂപ്പർ സ്റ്റാർ ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ ഇവൻ്റെ പടത്തിൽ അഭിനയിക്കുന്നവരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തുണ്ടായി? ആ കഥയുടെ ക്ലൈമാക്സ് ആയിട്ട് വേറൊരു പടം ഇറങ്ങി പോകണം. അപ്പോൾ എന്തുണ്ടായി? ആ പടം ഇറങ്ങിയ നിലയ്ക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസറോട് പറയണം. പ്രൊഡ്യൂസറിന് വലിയ സന്തോഷമായി. നായകൻ മരിച്ചു കഴിഞ്ഞാൽ പടത്തിന് കളക്ഷൻ കൂടില്ലോ. അപ്പോൾ പ്രൊഡ്യൂസർ സന്തോഷമായിരിക്കുമ്പോൾ ഈ പരട്ടച്ചക്ക ഇപ്പം നസ്ലീം പറയണ്, അതേ ഈ പടം റിലീസ് ചെയ്യാൻ പറ്റില്ല. ഈ പടത്തിൻ്റെ എൻ്റെ പടം കോപ്പി അടിച്ച് വേറെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പടം റിലീസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. പ്രൊഡ്യൂസർ പറഞ്ഞ് പോയി പണി വെക്കുക, 10 കാശ് കിട്ടണത് 6 കോടി രൂപ ചിലവ് പടമാണ്, ഇത് ഞാൻ റിലീസ് ചെയ്യും. ഇവർ തമ്മിൽ ടക്കായി വഴക്കായി. ഇവ എന്തുണ്ടായി? ആ പടം, ആ സിനിമയുടെ ആ ഡിസ്ക് എടുത്ത് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇത് ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഇവന് പ്രാന്ത, ഈ സംവിധായകന് പ്രാന്ത. അതുകൊണ്ടാണല്ലോ അത് ചെയ്തത്. എത്ര ആൾക്കാരെ കഞ്ഞുടിയിൽ മുട്ടിച്ചുകൊണ്ട് ആ പടം അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ അവന് സിനിമാ ഫീൽഡിൽ നിന്ന് വിലക്ക് വരാൻ പോകണു. അങ്ങനെയുള്ള തിക്കും തിരക്കും ബഹളത്തൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ മൂപ്പരുടെ ഈ നമ്മുടെ ലാസ്റ്റ് എടുത്ത സിനിമ എടുത്തിട്ട് അതിൻ്റെ അറ്റാക്കായിട്ട് മറ്റാൾ മരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിനിമ ഇത്രയും വൃത്തികെട്ട, ഇത്രയും ജനങ്ങൾക്കൊരു ഉപകാരമില്ലാത്ത, ജനങ്ങൾക്ക് വെറുപ്പിക്കുന്ന കട്ട അപരാധം പോലെയുള്ള സിനിമകൾ ഈ സംവിധായകൻ ഇതിനു മുമ്പ് ഒരു സിനിമ എടുത്തിട്ടുണ്ട്, ഉണ്ണി അസോസിയേറ്റ്. അതിലത്തെ ഒരു സീൻ വേണമെങ്കിൽ പറയാം. പടം വലിയ കുഴപ്പമില്ലാത്തൊരു പടമാണ് അത്. പക്ഷേ എന്നിരുന്നാലും ഈ സംവിധായകനെ ഇടയ്ക്കിടയ്ക്ക് പ്രാന്ത് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കാറിൽ നമ്മുടെ ശ്രീനിവാസനും കൂട്ടുകാരനും പോകും. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നു, എനിക്ക് നിൻ്റെ എല്ലാത്തിനും ഷെയർ എനിക്ക് തരുന്നുണ്ട് പൈസ. അപ്പോൾ വലിയൊരു ഭീമമായ പൈസ കൂട്ടുകാരന് കൊടുക്കണം. അപ്പോൾ അവിടെ കാറിൽ വെച്ചതിന് ഒരു തീരുമാനം എടുക്കുക, ഈ കാറ് കൊണ്ട് മരത്തിലിടിച്ചിട്ട് അവനെ കൊല്ലാമെന്ന്. അങ്ങനെ കാറ് കൊണ്ട് മരത്തിലിടിക്കുന്നു, കൂട്ടുകാരൻ മരിക്കുന്നു. അവന് ഷെയർ കൊടുക്കേണ്ട ആ ഷെയറും കൂടി ഇവന് കിട്ടി. പക്ഷേ ഇവന് ചെറിയ പരിക്കുകളെ പറ്റുന്നുള്ളൂ. അപ്പോൾ ഒരു കാറ് സ്വയം നമ്മൾ ആക്സിഡൻ്റ് ഉണ്ടാക്കുമ്പോൾ ആര് മരിക്കും ആര് ജനിക്കുന്നു നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയും മന്ദബുദ്ധിയായ ആളാണ് ഈ സിനിമ 6 കോടി രൂപ ചെലവ് ചെയ്ത സിനിമ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ ജനങ്ങൾ ചോദിച്ചോളും. ജനങ്ങൾ ചോദിക്കാണ്ടിരിക്കില്ലല്ലോ. ജനങ്ങൾ സിനിമയ്ക്ക് കയറിയില്ലെങ്കിൽ അവർ കഴപ്പും തഴപ്പൊക്കെ നിൽക്കും അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുന്നത് ഈ ഒരു നായകനെ, ഈ നസ്ലീം എന്ന് പറഞ്ഞ ഈ നായകനെ എന്തിനാണ് ഈ സിനിമയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നശിപ്പിച്ചത്? സംഗതി ഇവന് അഭിനയിക്കാനൊന്നുമില്ല, അറിയില്ല, അത് നമുക്കറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെയും ഇന്നസെൻറ്റിൻ്റെയും ചില മാനസര്യങ്ങൾ ഇവൻ കട്ടെടുത്തിട്ട് അത് വിറ്റ് കാശാക്കി, അത് വിറ്റ്
ഇവൻ നടനായി കയറിയൊരു വ്യക്തിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നത്. പക്ഷേ ഓരോ പടങ്ങളും ഓരോ വിജയങ്ങളാവുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫർട്ട് അതിൻ്റെ പിന്നിലുള്ളവരുടെ കയ്യിലുണ്ട്. അപ്പോൾ പച്ചച്ചാണം വാരി എറിഞ്ഞാലും ഇവൻ്റെ മുഖത്തൊന്നുമില്ല. ഇവൻ നല്ലൊരു സിനിമയിൽ അഭിനയിച്ച് തെളിയിക്കട്ടെ ഒരു നടനാണെന്നുള്ളത്. എന്നിട്ട് പറയാം നമുക്ക് നസ്ലിൻ നല്ലൊരു നടനാണെന്ന് നമുക്ക് പറയാം. കുറേ യൂത്തുകൾ കിടന്ന് ഈ ബ്രാലില്ലാത്ത കുളത്തിൽ വട്ടുടി കിടന്ന് ചാടുന്ന പോലെ ചാടിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല നടനാണെന്ന് തെളിയിക്കട്ടെ. അപ്പോൾ നമുക്ക് പറയാം നല്ല പടത്തിൽ അഭിനയിച്ചു, നല്ല പടമാണ് എന്ന് നമുക്ക് പറയാം. ഇതിൽ നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇതിൻ്റെ ഇതിലൊരു സംഭാഷണം എഴുതിയ ആൾ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്, പോയി ഊമ്പിക്കട മയിരികളെ എന്ന് പറഞ്ഞത്. അത് പ്രേക്ഷകരെ മുഖത്ത് നോക്കിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു കൂതറ സിനിമ എടുത്തിട്ട് നമ്മളോട് പറയാം, കാശും മുടക്കി സിനിമയ്ക്ക് വന്നിരുന്നിട്ട് പോയി ഊമ്പിക്കട മയിരികളെ എന്ന്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഊമ്പി, നിൻ്റെ സിനിമ കണ്ട് ഞങ്ങൾ ഊമ്പി, ഞങ്ങൾ മയിരുകളായി. എന്തായാലും ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.